മുകൾ തട്ടിലിരുന്നു കൊണ്ട് ഒരു അതിദരിദ്രരുടെ സർവേ ഉണ്ടാക്കാം. അതിദരിദ്രരില്ലാത്ത കേരളത്തിലാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഉൾപ്പുളകം കൊള്ളാം. വാവ്, വളരെ മനോഹരമായിരിക്കുന്നു. അതിദരിദ്രർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളം മനസ്സിലാവുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കാനില്ലാത്ത, സ്വന്തമായ ഒരു കൂരയില്ലാത്ത, നാളത്തെ ജീവിതത്തിന് എന്ത് ചെയ്യും എന്ന് അറിയാതെ ഓടുന്ന ഒരു മനുഷ്യൻ അതിദരിദ്രനാണ്. ഓന് റേഷൻ കാർഡ് ഉണ്ടോ, കുടുംബത്തിൽ ആർക്കെങ്കിലും റേഷൻ കാർഡിന്റെ ഉള്ളിൽ നിന്ന് വെളിച്ചെണ്ണ കിട്ടുന്നുണ്ടോ എന്നുള്ളതല്ല അവിടുത്തെ മാനദണ്ഡം. മൊത്തത്തിൽ ഒരു സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി ചെയ്യുന്ന പോളിസി മേക്കിംഗ് ആണ്. പക്ഷേ ആ പോളിസി മേക്കിംഗ് അതിൻ്റെ അപ്പുറത്തേക്കും ഓരോ മനുഷ്യരെയും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അതിനെല്ലാവരും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഒരു കോൺസെപ്റ്റിനും എല്ലാ മനുഷ്യന്മാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ആ ഹോള് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കുറേ ആൾക്കാർ താഴെയുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിലേക്കുള്ള ഒരു നടവഴി എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും വലിയ കാര്യം.